TV നൈറ്റ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദുബായിൽ നിന്നും ഇന്തോനേഷ്യയിലേക്ക് യാത്ര തിരിച്ച് മുഖ്യമന്ത്രി. ചുവന്ന ട്രാഫിക് ലൈറ്റ് മറികടന്നുള്ള മരണപ്പാച്ചിൽ, റോഡിൽ പൊലിയുന്ന പ്രതീക്ഷകൾ. സിംഗിൾ GCC ടൂറിസ്റ്റ് വിസ 2024 അവസാനത്തോടെ നിലവിൽ വരും. വിമാനങ്ങളുടെ ക്യാബിൻ ഇന്റീരിയർ നവീകരണം ആരംഭിച്ച് ഫ്ലൈ ദുബായ്. ഉംറ നിർവഹിക്കാനായി എത്തിയ മലയാളി യുവതി മക്കയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ന് രാവിലെ ദുബായിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമാനത്താവളത്തിൽ നിന്നും പുറത്തിറങ്ങാതെയാണ് ഇന്തോനേഷ്യയിലേക്ക് യാത്ര തുടർന്നത്. ഈ മാസം 12 വരെ അദ്ദേഹവും കുടുംബവും ഇന്തോനേഷ്യയിൽ ഉണ്ടായിരിക്കും. പിന്നീട് 18 വരെ സിംഗപ്പൂരും സന്ദർശിക്കും. 19 ദുബായ് വഴി തന്നെ കേരളത്തിലേക്ക് മടങ്ങും. ട്രാൻസിറ്റ് യാത്രക്കാരനായതിനാലാണ് മുഖ്യമന്ത്രി, ഭാര്യ കമല, കൊച്ചുമകൻ എന്നിവർ എയർപോർട്ടിൽ തന്നെ തങ്ങിയത്. രാവിലെ 7 മണിയോടെ ഇവിടെ എത്തിയ അദ്ദേഹവും കുടുംബവും 10:10 ഇന്തോനേഷ്യയിലേക്ക് പറന്നു. ചുവന്ന ട്രാഫിക് ലൈറ്റ് മറികടക്കുന്നതിനെ തുടർന്ന് സംഭവിക്കുന്ന ഗുരുതരമായ അപകടങ്ങളുടെ ഗൗരവം വ്യക്തമാക്കുന്ന വീഡിയോ അബുദാബി പോലീസ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. 49 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ വീഡിയോ ക്ലിപ്പ് നിയമലംഘനം കാരണം സംഭവിച്ച 2 അപകടങ്ങളുടെ ദൃശ്യങ്ങൾ ഉൾക്കൊള്ളുന്നു. അറബ് ട്രാഫിക് വാരത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ അവബോധത്തോടെ ഞങ്ങൾ സുരക്ഷിതരായി എത്തിച്ചേരുന്നു എന്ന പ്രമേയത്തിൽ മോണിറ്ററിംഗ് ആൻഡ് കൺട്രോൾ സെന്ററുമായി സഹകരിച്ചാണ് ഈ വീഡിയോ പുറത്തിറക്കിയതെന്ന് അധികൃതർ അറിയിച്ചു. ഒറ്റ വിസയിൽ UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ എന്നീ 6 ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാനാകുന്ന സിംഗിൾ GCC ടൂറിസ്റ്റ് വിസ ആരംഭിക്കുന്നതിനുള്ള സംവിധാനം ഈ വർഷം അവസാനത്തോടെ പ്രാദേശിക രാജ്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഷാർജ കൊമേഴ്സ് ആൻഡ് ടൂറിസം അതോറിറ്റി ഖാലിദ് ജാസിർ അൽ മിദിഫ് തിങ്കളാഴ്ച ദുബായിൽ നടന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ പറഞ്ഞു. അടുത്ത തലമുറയിലെ ഭൂരിഭാഗം ബോയിംഗ് വിമാനങ്ങൾക്കും ക്യാബിൻ ഇന്റീരിയർ പൂർണ്ണമായി നവീകരിക്കുന്ന ഒരു റീട്രോഫിക് പ്രോജക്ട് ആരംഭിച്ചതായി ഫ്ലൈ ദുബായ് അറിയിച്ചു. ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ റീട്രോഫിക് പ്രോഗ്രാം ഈ വർഷാവസാനത്തിന് മുമ്പ് പൂർത്തിയാക്കും. എയർലൈൻ 2024 2 പുതിയ വിമാനങ്ങളും കൂട്ടിച്ചേർത്തിരുന്നു. ഇതോടെ 86 ബോയിംഗ് 737 വിമാനങ്ങളായി ഉയർന്നു. ഈ വർഷാവസാനത്തോടെ ബോയിംഗ് 737ന്റെ 6 വിമാനങ്ങൾ കൂടി ഡെലിവർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഫ്ലൈ ദുബായ് അറിയിച്ചു. ഉംറ നിർവഹിക്കാനായി എത്തിയ മലയാളി യുവതി മക്കയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. കണ്ണൂർ മയ്യിൽ കുറ്റിയാട്ടൂർ സ്വദേശിനി പടിഞ്ഞാറെ കണിയാംകണ്ടി സുഹൈലയാണ് ഉംറ ചെയ്തുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീണ് മരിച്ചത്. ഖത്തറിലായിരുന്ന ഇവർ ഉംറ നിർവഹിക്കാനായി മക്കയിലെത്തിയതായിരുന്നു. ഖത്തറിലെ അറഫാത്ത് ഉംറ ഗ്രൂപ്പിലായിരുന്നു ഇവർ വന്നത്. ഭർത്താവ് ഷറഫുദ്ദീൻ സക്കാഫി തളിപ്പറമ്പായിരുന്നു ഗ്രൂപ്പിന്റെ അമീർ. ഞായറാഴ്ച രാത്രി ഹറമിൽ പ്രാർത്ഥന നടത്തുന്നതിനിടെയാണ് കുഴഞ്ഞു വീണത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പുലർച്ചെയോടെ മരണം സംഭവിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.